ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ് നമ്മുടെ മിൽമയും മിൽനയും തമ്മിലുള്ളത്. സിമിലർ ട്രേഡ് മാർക്ക് ആണെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ ഒപ്പോസിഷൻ ഫയൽ ചെയ്യാറുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം മിൽമ എത്രത്തോളം വലിയൊരു ബ്രാൻഡാണ് എന്നുള്ളത്. നമസ്കാരം. ഇപ്പോൾ കേരളത്തിൽ ബിസിനസ്സുകാർക്കിടയിൽ നമ്മുടെ ബ്രാൻഡിങ്ങുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ് നമ്മുടെ മിൽമയും മിൽനയും തമ്മിലുള്ളത്. ഇപ്പോൾ പറയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ആവും, മിൽമ മിൽന എന്നുള്ള വാക്ക്. 2021 ഫെബ്രുവരി 22 കോട്ടയത്തുള്ള ജോസ് ജോർജ് എന്നുള്ള വ്യക്തി അദ്ദേഹത്തിൻ്റെ പേരിൽ മില്ല എന്ന പേരിൽ ട്രേഡ് മാർക്കിന് അപ്ലിക്കേഷൻ കൊടുക്കുന്നത്. ക്ലാസ് 29 ഇദ്ദേഹം ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്യുന്നത്. നമുക്കറിയാം ട്രേഡ് മാർക്ക് ക്ലാസ്സസ് നമ്മൾ മുൻപ് ചെയ്ത വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 1 to 45 ക്ലാസ്സസ് ട്രേഡ് മാർക്കിലുണ്ട്. അതിൽ ഓരോ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് നമ്മൾ ഓരോ ക്ലാസ്സസിലാണ് എന്ത് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം അപ്ലൈ ചെയ്തത് ക്ലാസ് 29 ക്ലാസ് 29 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോൾട്രി, അതുപോലെ തന്നെ മീറ്റ്, മിൽക്ക്, നമ്മുടെ ഡയറി പ്രോഡക്ട്സ്, ഇതെല്ലാം ക്ലാസ് 29 വരുന്നത്. അപ്പോൾ ഇദ്ദേഹം ക്ലാസ് 29 ഇദ്ദേഹം അപ്ലൈ ചെയ്തത്. അങ്ങനെ ഇദ്ദേഹം അപ്ലൈ ചെയ്തിട്ട് ഏകദേശം 2021 ജൂലൈ അവസാനത്തേക്ക്, ജൂലൈ 29 ഇദ്ദേഹത്തിന് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ കിട്ടി. ഈ ട്രേഡ് മാർക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം കുറേ അധികം സ്റ്റേജസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് പോയിട്ട് അവസാനമാണ് നമുക്ക് ഇത് രജിസ്ട്രേഷനിലേക്ക് എത്തുന്നത്. നമുക്കറിയാം എക്സാമിനേഷൻ ഉണ്ട്, ട്രേഡ് മാർക്ക് ജേണലിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് എന്തുന്നത് നമുക്ക് ട്രേഡ് മാർക്കിൻ്റെ രജിസ്ട്രേഷൻ കിട്ടുന്നത്. ഇനി നമ്മുടെ മിൽമയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഏറെ സുപരിചിതമായ ഒരു ബ്രാൻഡാണ് മിൽമ എന്ന് പറയുന്നത്. കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൻ്റെ ഒരു ബ്രാൻഡാണ് മിൽമ എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിലുള്ള എല്ലാവർക്കും സുപരിചിതമായ ബ്രാൻഡാണ് മിൽമ. ഏകദേശം 37ഓളം ട്രേഡ് മാർക്കുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവർ മിൽമയുടെ പേരിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള നമുക്കറിയാം, നോർമലി ഒരു വലിയ കമ്പനികളാണെന്നുണ്ടെങ്കിൽ അവർ ഏത് വ്യക്തിയാണെങ്കിലും ഒരു ട്രേഡ് മാർക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ജേണലിൽ പബ്ലിഷ് ചെയ്താൽ അപ്പോൾ തന്നെ അവർ സിമിലർ ട്രേഡ് മാർക്ക് ആണെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ ഒപ്പോസിഷൻ ഫയൽ ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു കേസിൽ അവർ എന്ത് ചെയ്തിട്ടില്ല, മിൽമ ഇതിന് അഗെയിൻസ്റ്റ് ഒപ്പോസിഷൻ ഫയൽ ചെയ്തതായിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. അവർ ഈ ഒരു മിൽന എന്നുള്ള പേര് രജിസ്ട്രേഷൻ കിട്ടി കഴിഞ്ഞതിന് ഒരു 3 മാസം, ഏകദേശം എനിക്ക് തോന്നുന്നു ഒക്ടോബർ 1 എന്ത് ചെയ്തത്, റെക്ടിഫിക്കേഷൻ ഫയൽ ചെയ്തത്. അതായത് ഒരു രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് ആണെങ്കിൽ അത് നമുക്ക് സിമിലർ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അവർക്ക് അഗെയിൻസ്റ്റ് റെക്ടിഫിക്കേഷൻ ഫയൽ ചെയ്യാൻ സാധിക്കും. അങ്ങനെ മിൽമ എന്ത് ചെയ്തു, റെക്ടിഫിക്കേഷൻ ഒക്ടോബർ 1 ഇവർക്ക് അഗെയിൻസ്റ്റ് ഫയൽ ചെയ്തു. നമുക്ക് എല്ലാവർക്കും അറിയാം മിൽമ എത്രത്തോളം വലിയൊരു ബ്രാൻഡാണ് എന്നുള്ളത്. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു റെക്ടിഫിക്കേഷൻ ആപ്ലിക്കേഷൻ വായിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മിൽമയെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അതിന് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല ഈ മിൽനയും മിൽമയും എത്രത്തോളം സിമിലർ ആണ് എന്നുള്ളത് അവരതിൽ പ്രോപ്പറായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ 2021 ഈ ഒരു റെക്ടിഫിക്കേഷൻ ആപ്ലിക്കേഷൻ അവർ ഫയൽ ചെയ്തു. അതിനുശേഷം ഇത് കോർട്ടിലേക്ക് എത്തിയതിനു ശേഷം ഇതിൻ്റെ ഒരു ഫൈനൽ ജഡ്ജ്മെൻറ്റ് വന്നു. അപ്പോൾ ആ ജഡ്ജ്മെൻറ്റിൽ അവർ പറഞ്ഞിരിക്കുന്നത് ട്രേഡ് മാർക്ക് ആക്ടിലെ സെക്ഷൻ 29 വയലേഷനാണ് ഈ മിൽന എന്ന് പറയുന്ന ബ്രാൻഡ്, അതായത് ഈ ജോസ് ജോർജ് എന്നുള്ള വ്യക്തി നടത്തിയിരിക്കുന്നത്. അതായത് ക്ലിയർ ഇൻഫ്രിഞ്ച്മെൻ്റ് ആണ്, അതായത് ഒരു കടന്നുകയറ്റമാണ്. അതായത് മിൽമ എന്നുള്ള പേരിലേക്കുള്ള ഒരു കടന്നുകയറ്റമായിട്ടാണ് ഇത് കാണുന്നത്. കാരണം മിൽമ എന്നുള്ള ആ ഒരു ഗുഡ് വിൽ, അതിൻ്റെ ഒരു റെപ്യൂട്ടേഷനെയാണ് ഇവർ ഡാമേജ് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മുടെ പബ്ലിക്കിൻ്റെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തു. മാത്രമല്ല ഈ മില്ല എന്നുള്ള പേര് വളരെയധികം ഇതുമായിട്ട് സിമിലറാണ്. മാത്രവുമല്ല ഇതിൻ്റെ ഫോണ്ടും സിമിലറാണ്, ഇതിൻ്റെ പാക്കിങ്ങും സിമിലറാണ്. മാത്രമല്ല ഇതിൻ്റെ ഒരു കേസിൽ ഈ പറയുന്ന ഡിഫൻഡൻറ്റ് ഇതിൽ എന്ത് ചെയ്തിട്ടില്ല, അവർ അപ്പീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ 1 കോടി രൂപയാണ് മിൽമയ്ക്ക് കൊടുക്കേണ്ടത്. സോ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ട്രേഡ് മാർക്കിന് അപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഈ പേര് അവൈലബിൾ ആണോ എന്നുള്ളത് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് തന്നെ സ്വമേധയാ ചെക്ക് ചെയ്യാം. ഇനി അത് മാത്രമല്ല, നിങ്ങൾക്കത് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രൊഫഷണലെ കൊണ്ട് നിങ്ങളത് ചെക്ക് ചെയ്യിപ്പിക്കുക. കാരണം ഇതേപോലെ സിമിലർ ആയിട്ടുള്ള ട്രേഡ് മാർക്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രത്തോളം സമയം നഷ്ടപ്പെടും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് നമ്മൾ എത്താതെ നമുക്ക് എന്ത് ചെയ്യാം, രക്ഷപ്പെടാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ ട്രേഡ് മാർക്ക്, അതായത് നിങ്ങളൊരു പേര് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പ്രൊഫഷണലെ കൊണ്ട് പ്രോപ്പറായി ചെക്ക് ചെയ്യിച്ച്
വേറെ സിമിലർ ട്രേഡ് മാർക്ക് ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ ട്രേഡ് മാർക്കിന് അപ്ലിക്കേഷൻ കൊടുക്കുക. താങ്ക് യു സോ മച്ച്.